ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ ഓണത്തോടനുബന്ധിച്ച് ഓണാഘോഷങ്ങളും ഓണസദ്യയും നടത്തി. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ കോഫൗണ്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ റവറൻ ഫാദർ ജോയ് കുത്തൂർ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു. അടുത്ത വർഷം മുതൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓണാഘോഷം വിപുലമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഉൾപ്പെടെ അവർക്ക് ബോധ്യപ്പെട്ട ചാരിറ്റികളെ എല്ലാവരും വിളിച്ച് ഓണസദ്യ നടത്തി ചെക്ക് ഏൽപ്പിച്ച് വിടുന്ന ക്രമമാണ് അവർക്കുള്ളത്. ഈ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അവിടെ അവതരണങ്ങൾക്കൊന്നും സമയം ഉണ്ടായിരുന്നില്ലെങ്കിലും എന്നോട് ഞാൻ കൂടിയിട്ടാണ് ചെക്ക് സ്വീകരിച്ചത്. അപ്പം മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതായത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവരുടെ ടീമിനെ നമ്മളുടെ ആശുപത്രിയെ കുറിച്ചുള്ള നല്ല വിലയിരുത്തൽ അവർക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു പോവായിരുന്നു കൂട്ടുകയും ചെയ്തേക്കണം കുറയ്ക്കുകയും ചെയ്തേക്കണം എന്നറിയില്ല എന്ന് കരുതിയിട്ടാണ് പോയത്. ഇന്നലെ അവരെ 12 ചെക്കുകൾ ഓരോ മാസം 50,000 രൂപ വെച്ച് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ അവർക്കൊരു നല്ലൊരു ക്യാപ്പ് സാഹചര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഒരു വർഷത്തേക്ക് 6 ലക്ഷം രൂപ പാലിയേറ്റീവ് ആശുപത്രിയുടെ സേവനക്രമത്തിലേക്ക് എന്നുള്ള നിലയിൽ എല്ലാ മാസം 50,000 രൂപ വെച്ച് നമുക്ക് ആ സേവനത്തിലേക്ക് എടുക്കാൻ സാധിക്കും. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഷിൻ സുമൻ, ട്രസ്റ്റി ബെന്നി തെക്കിനിയത്ത് എന്നിവരും എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും ഓണാശംസകൾ നേർന്നു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമുക്ക് ചുറ്റുമുള്ളവർ തന്നെ അല്ലെങ്കിൽ നമ്മുടെ അതേ സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ പോലും കാണുന്നത്. അപ്പോൾ ഇത് എപ്പോഴും പറയുന്നത് പോലെ സമൂഹത്തിന് ജനങ്ങൾക്ക് വലിയ രീതിയിൽ സപ്പോർട്ടായി മാറുന്ന ഒരു സംവിധാനമാണ് ഫാദറോട് ഒരുക്കിയിട്ടുള്ളത്. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ, ഗുഡ് സമരിറ്റൻ മെഡിക്കൽ സെന്റർ, ദേവദയം എൽഡർ വില്ലേജ് എന്നിവിടങ്ങളിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഉറിയടി, വടംവലി, സ്പൂൺ റേസ് തുടങ്ങിയ മത്സരങ്ങളും ആവേശമായി. ദേവദയം എൽഡർ വില്ലേജിലെ താമസക്കാരായ മുതിർന്ന അംഗങ്ങളും ആഘോഷ പരിപാടികളിൽ പങ്കുചേർന്നു. തുടർന്ന് എൽഡർ വില്ലേജിലെ അംഗമായ അപ്പച്ചൻ അവതരിപ്പിച്ച ഗാനവും ശ്രദ്ധേയമായി. ആഘോഷ പരിപാടികൾക്കും മത്സരങ്ങൾക്ക് ശേഷം വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ഒരു 10 മണി കഴിഞ്ഞപ്പം ജോണേട്ടൻ വന്ന് കഥവെ മുട്ടി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഡേവിസിനെയും കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ധൈര്യത്തിന്, അപ്പേട്ടനെ ആരോ പിടിച്ചു കരയിപ്പിക്കുന്നതാണെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ജോണേട്ട, ഞാൻ ഈ പാട്ട് പഠിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ കരയാൻ തോന്നുകയാണെങ്കിൽ അല്ല, ഞാൻ പാടുക. ഹലോ, ഓക്കെ. ഇന്നലെ രാത്രി മുഴുവൻ പഠിക്കാം. സാരി ഗമ ധാനി സാനി ഗമ ഗരി സാ. നീ വരൂ
മാറിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ കായലരികത്ത് വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കൊടിയെടുക്കുമ്പോൾ ഒരു തറുക്കിട് ചേർക്കണേ. गुरु तेरा गाँव बड़ा प्यारा बीत गया हमारा आगे हारी उस पर रूप तेरा सादा चंद्रमा जो आधा आधा जवारी ആ ജയിച്ചതിലുള്ള